ഓ മൈ ഗോഡിലേക്ക് സ്വാഗതം. ഒരു തദ്ദേശ ഇലക്ഷൻ കാലം വന്നെത്തിയിരിക്കുകയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സ്വതന്ത്രന്മാരും മത്സരിക്കുന്ന ഇവിടെ വോട്ട് ചോദിച്ച് സ്ഥാനാർത്ഥികളും സംഘവും എത്തുന്ന സമയം കൂടിയാണല്ലോ ഇത്. ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഒരാൾ വോട്ട് ചോദിച്ച് കടന്നുപോയ സ്ഥലങ്ങളിൽ അയാൾക്ക് വോട്ട് ചെയ്യരുതെന്ന് പറയാൻ ആളുകൾ എത്തിയാൽ എന്ത് സംഭവിക്കും? അങ്ങനെയൊരു കഥയിൽ ഉൾപ്പെടുന്ന ആളിന് ഞങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്ന കെണിക്കുരുക്ക് എന്താണെന്ന് കാണാം. 2 ദിവസം മുമ്പേ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇവിടെ വന്നിരുന്ന ഒരു അലക്സാണ്ടർ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്ന റോസാപ്പൂ അല്ലേണ റോസാപ്പൂ അടയാളം റോസാപ്പൂ അടയാളത്തിൽ വന്നത് അയാൾക്ക് വോട്ട് കൊടുക്കലെന്ന് പറയാനാണ് ഞങ്ങൾ വന്നത്. നിങ്ങൾ വീട്ടിലൊന്നും കയറ്റി നിങ്ങളല്ലേ സ്ത്രീകളുണ്ടെങ്കിൽ വിളിച്ചാൽ അത്ര വൃത്തിയായിട്ടാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല. പെണ്ണ് വിഷയം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഏറ്റവും വലിയ വിഷയമാണ്. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും വന്നിട്ട് ഒരാൾക്ക് വോട്ട് കൊടുക്കുക, നിങ്ങളെ രഹസ്യമായിട്ട് നമുക്ക് വോട്ട് ചെയ്യണം, അവർക്ക് വോട്ട് ചെയ്യണം, നമുക്ക് വോട്ട് ചെയ്യണമെന്ന് പറയും. ഇത്രയും പബ്ലിക്കായിട്ട് ഇറങ്ങി ഒരാൾ സംസാരിക്കണമെങ്കിൽ അവനെക്കുറിച്ച് അത്രയും വൃത്തിയോട്ടാരാവണ്ടല്ലേ. അതവൻ സ്വന്തം സ്ഥാനാർത്ഥി. ഏത് പാർട്ടിക്കും വോട്ട് ഇന്ന പാർട്ടി എന്നല്ല, ഏത് പാർട്ടിക്ക് ഇഷ്ടമുള്ള പാർട്ടിക്ക് കൊടുക്കും. അവൻ സ്വന്തം അവന് മാത്രം കൊടുക്കും. അത് മാത്രമേ പറഞ്ഞുള്ളൂ. അവൻ ഇത്രയ്ക്ക് പറഞ്ഞ എടുത്തതാണ് കേട്ടോ മാവാ. ശരി പിറകട്ടാ. കൂട്ടുകാരൻ അവൻ നമ്മളോട് വരാനുള്ളതാണ്. അവൻ നമ്മൾ അവിടെ മെയിൻ റോഡിൽ തിരിഞ്ഞ് കയറുന്ന വഴിയുണ്ടല്ലോ ഏട്ടാ, കുറ്റുമ്പോൾ തിരിഞ്ഞ് കയറിയില്ലേ അവിടെ നിൽക്കുകയാണ്, ജംഗ്ഷനിലിരിക്കണം. അപ്പം നിങ്ങളുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അവനെ ഒന്ന് വിളിച്ചുകൊണ്ട് വരും. അപ്പം ഞാൻ ചേട്ടനോട് താഴെ വീട്ടിൽ ഇറങ്ങിയിട്ട് വരാം. അപ്പം നിങ്ങൾ മതി. ചാച്ചേ പട്ടിയുണ്ടോ? ഇല്ല ഇല്ല പട്ടിയില്ല. ഈ നമ്മൾ ഒരു ഇലക്ഷൻ്റെ കാര്യമായിട്ട് വന്നത്, നമ്മളൊരു സ്ഥാനാർത്ഥി ഇടയ്ക്ക് ഇവിടെ വന്നിരുന്ന അറിയോ, ഒരു അലക്സാണ്ടർ ഋഷിയാണെന്ന് പറഞ്ഞുകൊണ്ട് റോസാപ്പൂ ചിഹ്നത്തിൽ അപ്പോഴാണ് വോട്ട് കൊടുക്കലെന്ന് പറയാനാണ് വന്നത്. ഞങ്ങളുടെ സ്വഭാവം വളരെ മോശപ്പെട്ട സ്വഭാവം. പിന്നെ നമ്മളെല്ലാരും ആക്ക് തന്നെ കുടുംബത്തോടെ വോട്ട് കൊടുക്കാതിരിക്കുന്നത് പറയുന്നത് വഴിയൊക്കെ ശരിയാക്കി തരാം, ഇങ്ങനെയൊക്കെയാണ് പറയണം. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിപ്പം ഒരാളൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇവിടെ നിൽക്കുന്നത്, അവൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുണ്ടോ? അല്ല ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ഫോട്ടോ. കാരണം അവൻ്റെ ഫോട്ടോ വെളി വെച്ചാൽ നാട്ടിൽ പിടിച്ചടിക്കും. ആ വന്ന് വെളിയിൽ കണ്ടടിക്കും. ഇതാ പാവപ്പെട്ട അണ്ണൻ്റെ ആധാറും എൻ്റെ ആരാണ് വൈഫിൻ്റെ വോറ്റ് മൂത്ത വോറ്റ് ആധാറൊക്കെ മേടിച്ചോണ്ട് അലക്സ മേടിച്ചോണ്ട് പോയിട്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോണത് ലോൺ എടുക്കാനാണ്, പേഴ്സണൽ ലോൺ എടുക്കാനാണ്. വോട്ട് ചോദിച്ചല്ലേ വരുന്നത്? അല്ല ലോൺ എടുക്കാനാണ്. ഇപ്പം പാവങ്ങൾ വെച്ച് നിങ്ങൾക്ക് വരും, നിങ്ങൾക്ക് 5000 ഇവിടെ നിന്ന് വാങ്ങിച്ചു തരാമെന്ന് വെച്ചിട്ട് ഇത് ആധാർ വാങ്ങിച്ചുകൊണ്ട് എൻ്റെ കോപ്പി വാങ്ങിച്ചുകൊണ്ട് ആധാർ വാങ്ങിച്ചുകൊണ്ട് എന്നിട്ട് ഇവ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് പേഴ്സണൽ ലോൺ എടുപ്പാണ് ലക്ഷങ്ങൾ എല്ലാം പെടുന്ന കാര്യം. ഇതേപോലെ പാവങ്ങൾ പെണ്ണ് കേസ് 3 ഭാര്യയുണ്ട് അവന്. അദ്ദേഹത്തിന് എത്ര കുട്ടികളുണ്ടെണ്ണ? 6 പിള്ളേരുണ്ട്. 6 പിള്ളേർ. അത് 2 ഭാര്യമാർ കേസ് കൊടുത്തേക്കാണ്. ആൾക്കാരെ 10, 500, 1000 രൂപയൊക്കെ വാങ്ങിച്ചു. ഈ പാവപ്പെട്ടാണ് ഓട്ടോ ഓടിക്കണ ജീവിക്കുന്നത്. ചേട്ടന്റെ വീട്ടിൽ വന്ന് മേടിച്ചോണ്ട് പോയതല്ല ആധാറോ? എന്നിട്ട് ലോൺ എടുത്തോ? ലോൺ എടുത്തില്ല, എടുക്കാനായിരിക്കും. എന്ന് മേടിച്ച് ഒരു 2-3 ദിവസമായി. ഇല്ലായിരുന്നോ വീട്ടിൽ വന്നപ്പോ ചേട്ടല്ലേ? അപ്പൊ അവര് ചോദിക്കാതെ എടുത്തു കൊടുത്താ? ഫോട്ടോ സ്റ്റേറ്റ് ഈ അവരൊക്കെ അത്യാവശ്യം ആട്ടോ ഓട്ടിയൊക്കെ ജീവിക്കണത്. ഇവൻ ഇവിടെ വന്നത് ഈ പാവങ്ങൾക്ക് അവർക്കൊരു 5000 രൂപ അവർക്കൊരു സന്തോഷമല്ലേ. അവർക്ക് സന്തോഷം കുറച്ച് വെച്ച് എത്ര ആഴ്ചയിൽ എത്ര രൂപ അടയ്ക്കാന്ന് പറഞ്ഞാൽ 500 രൂപ വെച്ചത്. ആഴ്ചയിൽ 500 രൂപ അടച്ചാൽ 10000 എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ അവർക്കില്ല, ഒരു ആധാർ വെച്ച് സംഭവമില്ല, അങ്ങനെ അവർ കൊടുത്തത്. ഇപ്പോൾ ആകെ പെട്ടിരിക്കുന്നു. ഇതിപ്പോൾ ഇവർക്കൊന്നും ആയില്ല. ഇത് ഞാൻ ഇപ്പം വന്ന് കാര്യം വെച്ചപ്പോൾ അണ്ണന് മനസ്സിലായ അണ്ണൻ്റെ ആധാർ വാങ്ങിച്ചുകൊണ്ട് വയ്ക്കണം. അറിയാവോ ആളിനെ നേരത്തെ അറിയോ? എനിക്കറിയില്ലായിരുന്നു. വന്ന് ഇപ്പൊ പുള്ളി പറഞ്ഞാണ് എനിക്ക് ശരിക്കും അറിയാവുന്നത്. ഇവന്റെ സ്വഭാവം അവർക്ക് അറിഞ്ഞൂടായിരുന്നു. അല്ല അല്ലാതെ അറിയോ? കണ്ടിട്ടുണ്ട്. പെണ്ണെ നിങ്ങളെ വീട്ടിലത് കയറ്റിയിരുത്തല്ലോ അവനാണ്ടാ. നിങ്ങൾ സത്യ സ്ത്രീകളാണ് ഞാൻ പറയണത്. നമ്മളെ വീട്ടിലും അമ്മ പെണ്ണുങ്ങളുണ്ട് അല്ലണ്ടാ, നമുക്ക് പറഞ്ഞാലും പറ്റും. നമ്മള് കയറ്റി വരുമ്പോ കയറ്റി ഇരുത്തുമായിരുന്നു. ഇവനെ ഇതാ കേട്ടോക്ക് പടിക്ക് തടയിൽ കയറ്റരുത്. എനിക്ക് മുട്ടായി അത് ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വരുവായിരുന്നു. ഇതാണ് ഷോപ്പിംഗ്. ഇവിടെയൊക്കെ വീടുകളിൽ കയറിയോ? ഇവിടെ അപ്പുറത്തെ വീട്ടില് പറഞ്ഞോ? നമ്മൾ മൊത്തം ഇവിടെ ഒരു 6 വീട്. അത് നമ്മുടെ ബന്ധുക്കളെ വീട് തന്നെയാണ്. പറഞ്ഞോ വോട്ട് കൊടുക്കല്ലെന്ന്? അവരിതേക്കോട്ട് പറഞ്ഞയച്ചു. ആണോ? താഴെ ചെന്ന് സംസാരയുടെ വേണമെന്ന് പറഞ്ഞു. നിങ്ങൾ ആർക്ക് വേണമെങ്കിൽ വോട്ടിട്ട് കൊടുത്തോ? എവിടെ വോട്ടിട്ട്? അതാണ് അപ്പൊ ഇങ്ങനെ ഇത് വീടുകളോറും കയറി ഇറങ്ങിയാണല്ലേ? കാരണം ബുദ്ധിമുട്ട് തന്നെയല്ലേ ഇങ്ങനെ എല്ലായിടത്തും. ആളെവിടെയൊക്കെ പോയെന്ന് അറിയോ?
അവൻ്റെ ഇച്ചിരി അത്യാവശ്യം ബന്ധങ്ങളൊക്കെ അറിയാം. അവിടെ മുകളിൽ വന്നപ്പോഴാണ് അവരാണ് പറഞ്ഞത് നമ്മളെ ഇവിടെ ഞങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ 4 വട്ടം കൊണ്ട് വന്നപ്പോൾ തന്നെ വലിയ സന്തോഷമാണ്. ബാക്കിയുള്ള ബന്ധുക്കളെടുത്തൊക്കെ നിങ്ങൾ പറഞ്ഞേക്കണം കേട്ടോ. നമ്മള് പറയണം. നമ്മള് പറയുമ്പോ പറയൂലേ നമ്മൾ ഇതാണ്. ഇത് പിന്നെ ആൾ വന്നിട്ട് പോയിട്ട് പറഞ്ഞാൽ ചേട്ടന്റെ പേരെന്തോ? എൻ്റെ പേര് രതീഷ്. രതീഷ്. എവിടെ ഓട്ടോ ഓടിക്കുന്ന? ഞാൻ ഇടിച്ചപ്പോഴാണ്. അത് പറഞ്ഞ എല്ലാവർക്കും അറിയാം അല്ലേ? ഇപ്പൊ ഇടയ്ക്കാണ് സ്റ്റാൻഡിൽ കയറി. കണ്ട എങ്ങനെ ഇരിക്കും ആള്? ചെറിയൊരു കഷണ്ടി, ചെറിയ മുടി കുറവൊക്കെയാണ്, ഇച്ചിരി എളുപ്പമൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരാളിങ്ങനെ വന്ന് പറയുമ്പോ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂലല്ലോ മണി. മനസ്സിലായ? കഷണ്ടിയൊക്കെ തന്നെ. അല്ല ഇങ്ങനെയൊക്കെ ഉള്ളവരെ ഇലക്ഷന് നിർത്തോ ഏട്ടാ? ഇലക്ഷന് നിർത്തുന്നത് അവർക്കറിഞ്ഞില്ല. ചക്ക വാങ്ങാ ചൂന്ന് വാങ്ങിട്ട് വയ്ക്കാൻ. അല്ല ഇപ്പൊ ഞാൻ മണിയുടെ എണ്ണം മത്സരിക്കാൻ നിൽക്കുന്നത്. ഞങ്ങൾക്കൊരു ചിഹ്നം വേണം. പേര് മണിയെന്നാണോ? രതീഷ്. മണി അല്ല, ഞാൻ ഇവിടെ വിളിക്കണം, മണിയെന്ന് വിളിക്കും. അപ്പം ഞാനും അണ്ണും കൂടെ നമ്മൾ ഒരു സ്ഥാനാർത്ഥി സ്വന്തം സ്ഥാനത്ത് മത്സരിക്കണം. എൻ്റെ കാശിന് ഞാൻ മുടക്കി മത്സരിക്കണേന് എനിക്കെന്തൊരു പ്രശ്നം? കൊണ്ട് നാമനിർദ്ദേശം പത്തി കൊടുക്കുക, അവിടെ നിന്ന് ഒരു ചിഹ്നം തരും. അപ്പൊ അലക്സാണ്ടർ അങ്കിളിന് വോട്ട് കൊടുക്കരുത്. അല്ല അങ്ങനെയാണെങ്കിൽ ചേട്ടനെയും കൂടെ, ചേട്ടൻ നമ്മൾ പറഞ്ഞാലും ചേട്ടൻ കേൾക്കത്തൊന്നുമില്ല. ഇപ്പം പെണ്ണുങ്ങൾ വീട്ടിൽ പെണ്ണുങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ട് പറയും 2 ആണുങ്ങൾ വന്നു പോയാൽ അതിന് എളുപ്പം കിടന്ന് നമ്മളടുത്തായിരിക്കും ചാടുന്നത്. ചേട്ടാ ചേട്ടാണ്ടേ ഒരു വോട്ട് കൊടുക്കലെന്നൊക്കെ പറഞ്ഞിട്ട് അലക്സാണ്ടറിന്. വരുവേ, വെയിറ്റ് ചെയ്യേ. ഓ ഇവിടെ കിടന്ന് ഉറങ്ങിയായിരുന്നു. ഞങ്ങളിവിടെ തൂത്തോണ്ടിരിക്കായിരുന്നു. ഞാൻ വെച്ചാൽ അപ്പുറത്താണ്ട് പോയെന്ന്. നമ്മൾ മറ്റേ അലക്സാണ്ടർ എന്ന സ്ഥാനാർത്ഥി ഇല്ലേ, ആ സ്ഥാനാർത്ഥിക്ക് മറ്റേ റോസാപ്പൂ ചിഹ്നത്തിൽ ആ സ്വന്തം സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കലെന്ന് പറയാൻ വേണ്ടി വന്നതാണ്. ആർക്കാണ് ആവശ്യം വോട്ട് കൊടുക്കലെന്ന് പറയാൻ? അണ്ണ പറഞ്ഞോണ്ട് എന്താണ് പറഞ്ഞു. അപ്പോൾ ചേച്ചിയോടെ പറഞ്ഞ കാര്യമില്ലേ, അണ്ണനെയൊക്കെ ഭരിച്ച് കുറെ ആധാറൊക്കെ വാങ്ങിച്ചോണ്ട് പോയി. അണ്ണൻ്റെ ഭാര്യയുടെ മോൻ്റെ ഒക്കെ ആധാർ. അലക്സാണ്ടറാ തന്നെ? ഈ അലക്സാണ്ടർ നിങ്ങൾ എത്ര നാളായി പറ്റിച്ചിട്ട്? ഉദ്ദേശം പറഞ്ഞാൽ മതി. ഒരാഴ്ച. ഒരാഴ്ചക്ക് 6 ദിവസം അല്ലേ? ഡേ, നിന്റെ പേരെന്താണ്? പേര് പറ. രതീഷ്. നീ അലക്സാണ്ടർ എന്ന് പറഞ്ഞ കക്ഷി ഞാനാണ്. എൻ്റെ വീട്ടിൽ വന്ന് കയറിയിട്ട് എനിക്ക് വോട്ട് തരുമെന്ന് പറയാനായിട്ട് നീ ആരാണ് പറഞ്ഞ? ആരാണ്? നീ നെല്ല്. തോമാ, പപ്പാ ഡേയ് നില്ല. തോമ എങ്ങ് വാങ്ങുവാ. ഗാറ്റ് പൂട്ട്. നമ്മൾ ടീമുകളെങ്ങ് വിളിയടാ. നീയൊക്കെ നടന്നില്ലേ? കാലിന് ഞാൻ അടുത്തെടുത്തിട്ട് സത്യം ഞാൻ നിരപരാധിയാണ്. പിന്നെ അലക്സാണ്ടർ ജോൺ എന്നല്ലേ ആളിന് സ്വന്തം സ്ഥാനത്ത് മത്സരിക്കുന്ന ആളിന് വോട്ട് കൊടുക്കണ്ടെന്നൊന്ന് പറയണമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? അണ്ണ 1000 വരാന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ അവൻ്റെ അടുത്ത്? നീ എന്തിനാണ് നിങ്ങളെ പേര് രതീഷ്, ഇങ്ങനെ രതീഷ് എന്ന എൻ്റെ പേര് രതീഷ്, ഇങ്ങനെ ഒരു മണിയുണ്ടെന്നാണ്. നിങ്ങൾ എന്തിനാണ് ഈ കിടന്ന് എന്നെ ഈ പറ്റി പറഞ്ഞ് എവിടെയൊക്കെ പോയടാ നീ? നിന്നെ ആരാണ് വിളിച്ചത്? എന്നെ ചേട്ടൻ വിളിച്ചു. അപ്പൊ ഇങ്ങനെയാണ് നിന്നെ വിളിച്ചത്. എടാ നീ ആരാണ് എന്താണെന്ന് അറിയാതെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ തരാന്ന് പറഞ്ഞു. മിണ്ടായിരുന്നു. മാന്യനായ നിങ്ങൾ എവിടെ ഉള്ളതാണ്? ഞാൻ പരിശോധിക്കലുള്ള നിങ്ങളാണ് എനിക്ക് എതിരെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങൾ എന്തിനാ ഈ പാവപ്പെട്ട അവനും കൂടെ വിളിച്ചുകൊണ്ട് വന്നത്? അവനും കൂടെ ഇപ്പൊ കുടുങ്ങിയ എൻ്റെ പയ്യൻ. എന്റെ പൊന്നെണ്ണ സത്യം പറയണ, ഈ പാവപ്പെട്ട അങ്ങനെ കുറിച്ചാണ് നിങ്ങൾ എന്നെ കൂടെ ഇത്രയും സമയം കള്ളം വിടരുത്. രണ്ടെണ്ണോട് വിട്. എവരിനി നടന്ന അടുത്ത വീട്ടിൽ പോയി നിങ്ങൾ എന്താണ് വേണത്? നിങ്ങൾ ഇപ്പൊ സംസാരിച്ചത് ഇവിടെ നിങ്ങൾ എന്തിനാണ് സംസാരിച്ചത്? നമ്മളെ ഇവിടെ പെടുത്തുന്നത്? നിങ്ങൾ പേര് കള്ളം പറഞ്ഞ എന്തിനാണ്? നിങ്ങൾ പേര് രതീഷ് എന്നാ? എന്നെ മര്യാദകളൊന്നും എന്നെ വിളിച്ചോണ്ട് 1000 തരാന്ന് പറഞ്ഞാൽ വിളിച്ചോണ്ട്. എടാ നിന്റെ പൈസ ഞാൻ തരാം. ഈ കാലടിച്ച അവന്മാർ പയ്യന്മാർ ഓടിക്കുമ്പോ ഒരാട്ടി നിന്റെ നിന്നെ പോലെ പാപ്പട നമ്മളെ പോലെ എങ്ങനെ ജീവിക്കണം? നമ്മളെ ഉപദ്രവിക്കല്ലേ? ഒരാട്ടി നീ അടിക്കണം. ബാക്കി ഉപദ്രവിക്കല്ലേ?
നിങ്ങൾ എന്തരണ്ണ ഒരുമാതിരി മറ്റേ വേല കാണിക്കരുത്. എന്റെ സ്റ്റാൻഡിൽ കിടന്ന് എന്നെ വിളിച്ചിട്ട് വന്നിട്ട് നിങ്ങൾ ഒരുമാതിരി ചൊറി. നിങ്ങൾ എന്തിനാണ് പേര് മാറ്റി പറഞ്ഞത്? എന്തിനാ പേര് മാറ്റി പറഞ്ഞത്? നിങ്ങൾ എന്താണ് പേര് മാറ്റി പറഞ്ഞത്? നിങ്ങളെ പേര് രതീഷ് എന്നാ? അല്ലല്ല, അതിന് അവരെ നമുക്ക് ഡൗട്ട് അടിച്ചത്. ആ ചേച്ചിക്ക് അപ്പേ ഡൗട്ട്. നിങ്ങൾ നീ എന്തോന്ന് കാണിക്കുന്നത്? നീ എന്നെ എന്തോന്ന് കാണിക്കുക? എന്റെ സ്റ്റാൻഡിൽ തന്നെ എന്നെ വിളിച്ചോണ്ട് വന്നത്. അണ്ണൻ നിങ്ങൾ ഇവിടെ കള്ളം പറഞ്ഞാൽ ഇപ്പൊ എത്ര വിഷയമായത്? എന്തിനാ കള്ളം? നിങ്ങളെ പേര് കള്ളം പറഞ്ഞ ഞങ്ങള്. നീ പേരിൽ കിടന്ന് ഉരുളാതെ. എനിക്കറിഞ്ഞൂടാ, ഞാൻ വാങ്ങി, ഞാൻ രക്ഷപ്പെടും. എനിക്കെന്തരി ഞാൻ പറയട്ടെ, പറയണ മൊത്തം പറയട്ടെന്ന് വിചാരിച്ച് ആടി തിമിർക്കയില്ലായിരുന്നു ഇവിടെ ഒരു ഉളുപ്പ് വേണ്ട, ഒരാളിനെ പറ്റിയൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്ന ഉളുപ്പ് വേണ്ട മനുഷ്യ. കണ്ട ഇങ്ങനത്തെ ഒരു ശുദ്ധ ലോകത്തുണ്ടാ. ചേട്ടന്റെ പേരറിഞ്ഞൂടെ? ചേട്ടന്റെ പേര് നീ എന്നല്ല പറഞ്ഞു കൊടുത്തത്. ആ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ കൊണ്ട് പഠിച്ചത്. നിങ്ങൾ ആധാർ കാര്യം നിങ്ങളെ ഞാൻ എന്തോന്ന് പറ്റിച്ചത്? എന്റെ പേരാണ് അണ്ണൻ വീട്ടിൽ പോയി ആധാർ മോന്റെ ആധാർ മാറ്റുന്നത്. എന്റെ പൊന്നു സഹോദര, എനിക്ക് ഇദ്ദേഹത്തിന് ഞാൻ ആദ്യമായിട്ട് പിന്നെ അണ്ണൻ ആട്ടോ സ്റ്റാൻഡിൽ 200 കടം മാറ്റെന്ന് പറഞ്ഞു. ചേച്ചിയോടെ പറഞ്ഞു. പറഞ്ഞില്ലേ? നീ അല്ലേ പറഞ്ഞു തന്നത്? പറയാ ഞാൻ എപ്പോഴും ചേച്ചി പറഞ്ഞ നിങ്ങൾ സംസാരിക്കാതെ. എന്തെല്ലാം പറഞ്ഞു ചേട്ടാ, എന്നിട്ട് ഇപ്പൊ ഇതെന്തോന്നും മാറി പറയുന്നത്? ചേച്ചിരിക്കണ്, ചേച്ചിയോടെയാണ് പറഞ്ഞത്, ഞാൻ അല്ല പറഞ്ഞു. കേട്ടോ ചേച്ചി നിൽക്കല്ലേ, ഇതാ കൊച്ചു നിൽക്കല്ലേ, കേട്ടോ പിടിച്ചെവിടെങ്കിലും കേട്ടടാ, കേട്ട് എടേ നീ കൂടെ സഹായിക്കാം അങ്ങോട്ട്. ഇല്ലെങ്കിൽ നിനക്ക് അല്ലല്ല ഞാൻ പിടിക്കാം. ഇത് എത്ര വീടുകളിൽ ചെന്ന് പറഞ്ഞാണ്? സത്യമായിട്ട് എന്റെ രണ്ട് മക്കളാണ്. എന്റെ രണ്ട് മക്കളാണ്. മക്കളെ കൊണ്ട് ആര് പറഞ്ഞു വിട്ട്? ആര് പറഞ്ഞു? വൃത്തിയായിട്ട പാത്രം പറയണ. ആ പുള്ളി മക്കളെ അല്ല, കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞ എന്തേ വല്ല കിട്ടുമെന്ന് പറഞ്ഞ ആരെങ്കിലും. പിന്നെ എന്താണ് നിങ്ങൾ ഇറങ്ങി എന്നെ വിളിച്ചോണ്ട് വന്നത് 1000 രൂപ തരാം. എന്റെ ദൈവമേ, 10 രൂപ എന്റെ പോക്കറ്റിൽ കിടക്കുന്നു. വോട്ട് ചോദിക്കാൻ പോകാൻ ഇവിടെ വന്നിട്ട് പറയും വോട്ട് മുടക്കണമെന്ന് പറയും. എന്റെ പൊന്ന് ചേട്ടാ അങ്ങനെയാണ്. ഞാൻ ഒരു ചായ എന്റെ അമ്മ സത്യമായിട്ട് എന്റെ രണ്ട് മക്കൾ സത്യമായിട്ട്. ഇതിലെന്തോ ഒരു എന്റെ പൊന്ന് യവന്റെ ഒരു കള്ളലക്ഷണമുണ്ട്. സത്യാവസ്ഥ പറയുന്നത് എന്റെ ഇത് എഴുതി കൊടുത്തിട്ട് ഇത് പഠിച്ചിട്ട് നീ പറയണമെന്ന് പറഞ്ഞു. എന്റെ കയ്യിലെ ചേട്ടാ നിങ്ങൾക്ക് ഞാൻ എന്ത് ദ്രോഹം നിങ്ങൾക്ക് എന്താണ് എന്ത് മനുഷ്യന്മാരെ പൊന്നു ചേട്ടാ ഞാനല്ല. എന്റെ മക്കൾ സത്യമായിട്ടല്ല. എന്നാ അവനടുത്ത് അവനെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇത്ര ശത്രുത എന്ത്? നിങ്ങളെ പെങ്ങളെ കെട്ടാന്ന് പറഞ്ഞ എനിക്ക് അറിഞ്ഞൂടാ ഇയാൾ ആരെന്ന് പോലും. അല്ല, നിങ്ങളെ യവനറിയാമോ? യവൻ എന്നെ വന്ന് സ്റ്റാർട്ട് ചെയ്ത് വിളിച്ചു. എന്റെ ദൈവം, നിങ്ങളെ അവനെ കൊണ്ട് സത്യാവസ്ഥ പറയപ്പി അത് അയച്ചോട്. നീ എന്നെ സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ വിളിച്ചത്? ഡ്രൈവർ നീ ആയിട്ട് എന്നെ സ്റ്റാർട്ട് സത്യം പറ. യവനെ കൊണ്ട് സത്യം വരച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. മെഡിക്കൽ കോളേജിൽ പോയിട്ട് വന്ന എന്നെ വന്ന് 1000 ചുമ്മാ എന്നെ ഞാൻ റോട്ടിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് ചായ മാറ്റി കൊണ്ടുവന്നത്. എന്റെ മക്കള് സത്യമായിട്ട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് നിങ്ങൾ എവിടെ വിളിച്ചോളൂ. ഇത് ആരെഴുതി? ഇത് ആരെഴുതി? ഇത് എന്റെ കയ്യിലെ ഇഷ്ടമല്ല ചേച്ചി. ഇത് ആരെന്ന് എനിക്കറിഞ്ഞൂടാ. എഴുതി പിന്നെ ഈ ഡീറ്റെയിൽസ് എല്ലാം ആര് പറഞ്ഞു? ഇവ കൊണ്ടുവന്നു. എന്റെ പൊന്ന് എന്നെ തൂട്ടി എന്റെ പോക്കറ്റ് വെച്ച് തന്നു. ഇത് ആരാണ് പറഞ്ഞത്? നിങ്ങളല്ലേ എന്നിട്ട് നിങ്ങൾ ചേട്ടാ അങ്ങോട്ട് പോയപ്പോ ഞാൻ ഇതിന്ന് പോരും. എന്റെ അടുത്ത് പറയാം എടാ ദ്രോഹി, ഞാൻ ഇതിന്ന് പോരും ഒന്ന്. എന്റെ മക്കളെ സത്യമായിട്ട് വർത്താനം പറയാം. ഞാൻ നിങ്ങളുടെ മര്യാദ കൊല്ലം പറഞ്ഞ ഇത്ര സമയത്ത് ഇപ്പൊ നിങ്ങളല്ലേ എന്റെ കൊല്ല ഇത്രയും പാവപ്പെട്ട പൈസ മനുഷ്യൻ നിൽക്കുന്നു. അടിച്ച് പല്ല പൊട്ടിച്ചോളെ. അണ്ണാ നിങ്ങൾ എന്തിനാണ് എന്നെ സ്റ്റാൻഡ് ആട്ടം ഓടിക്കൊണ്ടിരുന്നത് എന്നെ 1000 രൂപ തരാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് 10 രൂപ എന്റെ എണ്ണം നോക്കാം. 10 രൂപ എന്റെ ഫോണിലാണ് അവനെ വിളിക്കാം. ഞാൻ വിളിക്കാം ഞാൻ പോട്ടെ ഞാൻ അവനെ വിളിക്കാം. ഞാൻ പോട്ടെ ഞാൻ എവനെ വിട്ടാൽ നിങ്ങളെ കൊടുക്കും കേട്ടാ. എന്റെ അടുത്ത് ഇപ്പൊ ഒരു സ്വരം പറഞ്ഞില്ല. ഞാൻ പോരും നിന്നെ അകത്താക്കുമെന്ന്. നിന്നെ ഞാൻ അകത്താക്കി ഞാൻ അവിടെ റോട്ടിരിക്കാം. പോവരുത്, ഓടരുത്. കൈ വിടണം, ഞാൻ നിൽക്കാം. ഞാനും ഇങ്ങനെ തന്നെ പറഞ്ഞു കൈ ഇല്ല കെട്ടാ വലിച്ച് 2 കൈയും കെട്ടിയത്. നിങ്ങൾ എന്താണ് ആട്ടോ സ്റ്റാൻഡിൽ കിടന്ന് എന്നെ വലിച്ചെടുത്ത് കൊണ്ടുവന്നു. നിങ്ങളിപ്പോ ഞാൻ കേൾക്കട്ടെ. എനിക്ക് ചായ മാറ്റി അതിന് ഞാൻ അവന്റെ പോക്കറ്റിൽ ഞാൻ പൈസ ഈ പേപ്പർ വെച്ച് കൊടുത്തതാ. ചായ എന്നാണ് അവൻ പറഞ്ഞ. ചായ നിങ്ങളല്ലേ വാങ്ങിച്ചു തന്നത്? നിങ്ങൾ നിങ്ങളല്ല ചായ നീ എത്ര നിങ്ങൾ എന്നെ ചായ ആണോ ചായ? നിങ്ങൾ ചായ വാങ്ങിച്ചു തന്നു? ആണോ ചായ വെച്ചത്? വോട്ട് പിടിക്കാനെന്ന് അറിഞ്ഞിട്ടാണ് വിളിച്ചത്. ഒരു ആട്ടയിൽ കയറിയിട്ട് വോട്ട് മുടക്കാൻ പോണു. ഒറ്റോ സ്വന്തമായിട്ട് നിൽക്കണേ എനിക്ക് അവസ്ഥ. അപ്പൊ അല്ലാതെ നീ ഒരു കാര്യം മര്യാദക്ക് വോട്ട് പിടിക്കാൻ പറഞ്ഞാൽ എനിക്കത് പറ്റുള്ളൂ. അപ്പൊ ഇറങ്ങി പോലും ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ പറഞ്ഞു ഇറങ്ങി പോകൂല. എന്നാ പറ. എടാ ഒരാള് വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു. ആ ആള് വിളിച്ചു വോട്ടോ ഇല്ല 1000 രൂപ തരാന്ന് പറഞ്ഞ് ഞാൻ കൂടെ വന്നു. അടി എടാ നിങ്ങൾ എന്താണ് നിങ്ങളെന്നെ വിശ്വസിക്കാൻ ഞാൻ കൊടുക്കാം അവനടി. കള്ളം നീ പറയരുത്. അടുത്ത് കള്ളം പറയുന്നത് നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? ഞാൻ പോട്ട് നിന്റെ മുതലാളി മറ്റേവരുള്ളൂ. ഓടി ആടിക്കും ഞാൻ. ഓടരുത്. ഞാൻ എന്റെ കയ്യിലെ ഇവൻ എന്നെ കൊണ്ടുവന്നിട്ട് എന്റെ കയ്യിലെ ഇവൻ പിടിച്ചു കെട്ടു. ഞാൻ പോട്ടാണ്. നിന്റെ ഫോൺ നിങ്ങളിവിടെ നിങ്ങൾ കാര്യം പറയും. നിങ്ങൾ ഈ പരിപാടി എന്നെ പിടിച്ചു കൊടുത്തിരുന്നു. ആരും പോണില്ല. അടിച്ച് ചോളനെ
അതെന്ത് നിങ്ങൾ മര്യാദയ്ക്ക് ഞാൻ സ്റ്റാൻഡിൽ കിടന്ന് എന്നെ വിളിച്ചിട്ട് വന്നിട്ട് ഞാൻ കാര്യം അണ്ണ നിങ്ങൾ ഇവിടെ നിന്ന് കള്ളം പറഞ്ഞാൽ ഇത്ര വിഷയമായത് ഇത്ര വിഷയമായത് നിങ്ങൾ ഞാൻ പോട്ടാ നീ എവിടെ പോണു? എവിടെ പോണ്? നിങ്ങൾ തീരുമാനം ഉണ്ടാക്കിയിട്ട് പോ. അവന്റെ കൈ പിടിച്ച് കെട്ട്. അണ്ണ നിങ്ങൾ എന്തിനാ എന്നെ ഇരിക്കുന്നത് നീ കാണിച്ചതിന് ഞാൻ കേട്ടോ നിങ്ങളുടെ അവിടെ അവിടെ നില്ല് ഓടരുത് പൊന്നനിയ ഓടിയാം നിന്റെ ഊപ്പട ഓടി ഇവന്റെ പെട്ടി ഞാൻ ചവിട്ടി കിടക്കും. ആ അത് തന്നെ അവന്റെ പെട്ടി. ആ തുണ്ടെടുത്ത് നോക്കി ഇങ്ങനെ എഴുതി തുണ്ട് ആ തുണ്ടിലെല്ലാം ഉണ്ട്. വായിര് ഉറക്ക വായിര്. പെണ്ണ് കേസിലെ ബിരുദൻ ആരടാ പെണ്ണ് കേസിലെ ബിരുദൻ അണ്ണേ. ആര് പറഞ്ഞു അങ്ങനെ ഇതാണ്ട കൊള്ളാം പണം കടം ചോദിക്കും വാങ്ങിയാൽ അന്ന് മുങ്ങും എന്നടാ മുങ്ങണത് 200 രൂപ അണ്ണന്റെ മാറ്റം ഇവിടെ പറഞ്ഞല്ല നീ എന്തിനാ പറഞ്ഞത്? ഇവിടെ ചാച്ചൂടെ നിങ്ങൾ പറഞ്ഞില്ലേ എന്റെ കള്ളം പറയണം. അണ്ണ അണ്ണ പറഞ്ഞ അണ്ണ പറഞ്ഞ അണ്ണ പറഞ്ഞ അണ്ണ പറഞ്ഞ എന്തിനാ നീ അണ്ണ നീ കിടന്ന് എന്നെ വിളി. അണ്ണ പറഞ്ഞ അണ്ണ പറഞ്ഞ ഞാൻ ചോദിച്ചത് പറഞ്ഞ എന്തിനാ? ബാക്കി അണ്ണ നിങ്ങൾ പറഞ്ഞ ബാക്കി വായിക്ക്. ആളുകളെ വട്ട് കളിപ്പിക്കും എന്താ വട്ട് കളിക്കാൻ ഇപ്പൊ കളിപ്പിച്ചണ്ട ഇപ്പൊ കളിപ്പിച്ചണ്ട വട്ടം കളിപ്പിക്കുക. ഇപ്പൊ കളിപ്പിച്ചണ്ട ഇത് ഇതിനാ? ഇതിനാ? ആ വട്ടം കളിപ്പ്. 20 കേസല്ലേ ഏത് കേസല്ലേ കേസ്? ഇത് ഞാൻ കേട്ടോ നോക്കി ഒരു ജോലിക്ക് പോലും പോവാത്ത പപ്പ. ഏത് 20 കേസ്? ഏതൊക്കെ 20? ഏത് 20 കേസ്? ഞാൻ 20 കേസ്. ഇത് 12 കേസ് നിങ്ങൾ പറഞ്ഞേ 12 കേസ് പറഞ്ഞേ ഇല്ല സംസാരിക്കട്ടെ. ആധാറും പാൻ കാർഡും പെൻഷൻ കാർഡും വാങ്ങിക്കാറുണ്ട് ഞാൻ എന്തിനാ വാങ്ങിക്കണത് വീട്ടിൽ നിന്ന് മാറ്റോട്ട് എന്ന് പറഞ്ഞു ശ്ശെ, പൊന്ന് പറഞ്ഞില്ലേ ചാച്ചൂടെ പറഞ്ഞില്ലേ ഇത് പോണം. ദേ, ഓടരുത്. ഡേയ് പിടിച്ചോണ്ട് വാടാ അവനെയൊക്കെ. ഞാൻ ഒന്ന് പറയണ്ട ഞാൻ പോകൂല നീ പോയിരുന്നു ആ പാവപ്പെട്ട ഞാൻ അപ്പഴേ പറഞ്ഞു ഈ തുണി വെച്ച് കെട്ട് അപ്പ ഓടൂലാന്ന്. ആ മരത്തിലെങ്ങാനും കെട്ടി പോയി. ഇനി സത്യം പറയില്ല ഇനി സത്യം പറ ഇനി കയ്യിൽ താങ്ങാൻ വഴിയില്ല താങ്ങാൻ വഴിയില്ല അതുകൊണ്ട് ഞാൻ സത്യം പറയില്ല സത്യം പറഞ്ഞാൽ നിനക്ക് കൊള്ളാം സത്യം പറയൂ. പറയരുതെന്നാ. നിന്നെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ആര് അണ്ണ എന്നോട് വിളിച്ചു വന്നു നിന്നെ അണ്ണ എന്നോട് വന്നു അണ്ണ എന്നോട് വന്ന കാര്യമല്ലേ പറഞ്ഞത് വന്ന കാര്യം ഇങ്ങനെയൊക്കെ ഈ പാവപ്പെട്ടവനെ കൊണ്ട് ചെയ്യിപ്പിക്കണം ആരാണ് നിങ്ങൾ ഇങ്ങോട്ട് കയറിയില്ലേ ആരാണ് പറഞ്ഞത് സത്യാവസ്ഥ പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു പേട്ടയെന്ന് കൗമുദി TV പറഞ്ഞോട്ടെ ആര് പറഞ്ഞിട്ട് പേട്ടയെന്ന് കൗമുദി TV കേട്ടോണ്ടാ ഓമായി കൊടുത്ത് പ്രോഗ്രാം കേട്ടോണ്ടാ ആ പ്രോഗ്രാമാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞത് എന്നെ എന്തിനാണെങ്കിലും വിളിച്ചത്? നീ എന്നെ എന്തിനാ വിളിച്ചത്? എന്നെ എന്താ പിടിച്ചേറ്റിയ അത് അങ്ങനെ സുഹൃത്ത് നമ്മളെ ഏൽപ്പിച്ചത് ഞാൻ സുഹൃത്ത്. ആട്ടോ ഓടിച്ച സുഹൃത്താരാണ് നിങ്ങളെ അവരെ വിളിയടാ. നിങ്ങൾ വിളിക്കേ ഫോണിലെടുത്ത് വിളിക്കേ കെട്ട് അഴിക്കണ്ടേ? ആഴി ആഴി അവന്റെ കയ്യില് നീ ഇങ്ങനെ വന്ന് കാണിച്ച കാണിച്ച. അണ്ണാ നിങ്ങൾ നമ്മൾ ആരാ വിളിച്ചത്? ഈ ചേട്ടനാണ് ഈ ഇലക്ഷനിൽ നിൽക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ചേട്ടൻ അകത്ത് ഉറങ്ങണം. എന്നെ വിട്ട് പറഞ്ഞിട്ട് എവര് ചായയും വാങ്ങിച്ചോട്ട് ഒരു തുണ്ട് കുറിപ്പോടെ വെച്ച് അവന്റെ പോക്കറ്റ് വെച്ച് പറഞ്ഞു. അണ്ണ 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 കണ്ട കണ്ടോണ്ടിരിക്കലാണ് ഈ പണത്തെ കേള് അതെ പറഞ്ഞ കേള് പറഞ്ഞേക്ക് ഞാൻ ഊരും. പണ്ടല്ലോ അതെ പറഞ്ഞ ഇത് നിങ്ങളെ കൂട്ടുകാരെ നമ്മൾ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ ഇത് കൗമുദി ടിവിയുടെ ഓമായിരുന്നു പ്രാങ്ക് ഷോ ആണ് നിങ്ങളെ കൊണ്ട് നിങ്ങൾ നല്ലൊരു നിങ്ങളൊരു നല്ല മനസ്സുള്ള മനുഷ്യനെ കൊണ്ട് നല്ല മനുഷ്യല്ല പറ്റിച്ച ക്യാമറയൊക്കെ കണ്ടു. എന്റെ പൊന്നെ അത് പറഞ്ഞിട്ട് അടിയോടടി അടിയോടെ അടി. അതാണ് നിങ്ങൾ അല്ലാതെ നിങ്ങളെ കൊണ്ട് പോയില്ല നിങ്ങൾ കൂട്ടുകാരെ മനസ്സിലാണ് നിങ്ങൾ കൊണ്ടുവന്നേ നിങ്ങൾ പാവപ്പെട്ട ഒരു മനുഷ്യനെ പറഞ്ഞുകൊണ്ട് ഒരു സർപ്രൈസ് ആയിരുന്നു നിങ്ങൾ വിളിച്ചോണ്ട് വന്നത് കൗമുദി TV എന്ന് പറഞ്ഞപ്പോ ഒരു അടി. പാവം കേട്ടാ ഇതുപോലെ നാളെ പാർട്ടിയെല്ലാം കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ കൗമുദി ടിവിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട് വളരെ സന്തോഷവും സ്വീകരിക്കുക ആദ്യം ക്യാഷ് പ്രൈസ് ആണ് മെൻസ് വേൾഡ് ബാൽഡമോറും നെയ്യാറ്റിന് നൽകുന്ന സമ്മാനം